അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, നമ്മൾക്ക് ദുനിയാവെന്നുള്ളത് അത് വലിയ സംഭവമാണ്. ദുനിയാവിൻ്റെ എല്ലാ വിഷയങ്ങളും നാം അത്ഭുതത്തോട് കാണുകയാണ്, അതിനെ കൊതിക്കുകയാണ്. ഈ സമയത്താണ് മഹാന്മാർ ദുനിയാവ് ഒന്നുമല്ല, ദുനിയാവിനെ എത്രത്തോളം നിസാരമാക്കി കാണുക, അത്രമാത്രം അവർ ചിന്തിച്ച് അത് നിസാരമായി കാണുകയാണ്. ആ കൂട്ടത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്, ഇന്നമദ്ദുന്യ സിത്തത്തു അഷിയാൻ, ദുനിയാവെന്നുള്ളത് ഒരു 6 കാര്യമാണ് ഉള്ളത്. വളരെ അത്ഭുതത്തോടു കൂടെ, വളരെ അതിശയത്തോടു കൂടെ ഏതൊരു മനുഷ്യനും കൊതിക്കുന്നത് ഒരു 6 കാര്യങ്ങളാണ്. ഒന്നോ മത്ഊമുൻ, ഭക്ഷണമാണ്. എന്നിട്ട് വ അഷ്റഫുഹു അൽ അസ്ൽ, ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിലോ ഏറ്റവും വലിയ മുന്തിയതും എന്ന് മാത്രമല്ല നല്ലൊരു സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാണല്ലോ തേനെന്നുള്ളത്. പക്ഷേ ആ തേനാണെങ്കിലോ അത് ഏറ്റവും നാം നിസ്സാരമായി കാണുന്ന ഒരു ജീവിയിൽ നിന്ന് ഉണ്ടാകുന്നതാണല്ലോ. അതിന് യാതൊരു വിലയുമില്ല. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. ചിന്തനീയമായ വാക്കാണ് ഇത്. ദുനിയാവിൽ ഏറ്റവും ഗൗരവത്തോടു കൂടെ നാം കാണുന്ന ആ ഒരു ഭക്ഷണം അത് ഏറ്റവും നിസ്സാരമായ ഒരു ജീവിയിൽ നിന്ന് അള്ളാഹു നമുക്ക് നൽകുകയാണ്. അതിലൂടെ നമുക്ക് പാഠമുണ്ട്, ദുനിയാവിൻ്റെ ഏതൊരു വസ്തുവിനും വലിയ വിലയില്ല എന്ന്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തതാകുന്നത് വമശ്റൂബൻ, കുടിക്കുന്ന വിഷയമാണ്. ഏതൊരാണോ കൊതിക്കുന്നത് കുടിയാണ്. ഈ ദുനിയാവിൽ എത്ര വലിയ കുടിക്കുന്ന വെള്ളങ്ങൾ ഏതെല്ലാം രീതിയിലുണ്ടെങ്കിൽ അതൊക്കെ വെള്ളമായിട്ടുള്ള വിഷയമാണല്ലോ, വെള്ളമാണല്ലോ. ആ വെള്ളമാണെങ്കിലോ വഫീഹി യസ്തവി അൽ ബർറു വൽ ഫാജിർ, ഈ വെള്ളമെന്നുള്ളത് എല്ലാവർക്കും കിട്ടുന്ന വിഷയമാണ്. അവിടെ ദോഷം ചെയ്തവൻ, പാപം ചെയ്തവൻ, കുറ്റം ചെയ്തവൻ, അല്ലെങ്കിൽ നല്ലത് ചെയ്തവൻ, നിസ്കരിക്കുന്നവൻ, അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും കിട്ടുകയാണ്. അപ്പൊ ഇതിൽ എന്ത് മനസ്സിലായി? അള്ളാഹു ഇത്ര വലിയൊരു ഗൗരവത്തോട് കാണുന്ന ഈ വെള്ളത്തിന് അള്ളാഹു എല്ലാവർക്കും കൊടുക്കുകയാണ്. അതിലൂടെ മനസ്സിലാക്കണം, അതൊന്നും അള്ളാഹുവിന് വിലയില്ല. ദുനിയാവിൻ്റെ ഒരു കാര്യത്തിലും അള്ളാഹു വില വെക്കുന്നില്ല. വില വെക്കുന്നൊരു സാധനമല്ല. വെള്ളത്തിന് വിലയില്ല എന്നല്ല, പക്ഷേ ദുനിയാവിൻ്റെ കാര്യത്തിൽ അള്ളാഹു എല്ലാവർക്കും വേണ്ടതുപോലെ കൊടുക്കുകയാണ്. അപ്പൊ നിനക്കൊരു കാര്യം, ദുനിയാവിൻ്റെ ഒരു കാര്യം, ദുനിയാവിൻ്റെ ഒരു സുഖം നിനക്ക് കിട്ടുമ്പോഴേക്ക് ഞാനാണ് വിജയിച്ചവനെന്ന് ഒരിക്കലും ചിന്തിച്ചു പോകരുത്. അതെല്ലാവർക്കും കിട്ടുന്നതാണെന്ന് ഇതിലൂടെ നീ മനസ്സിലാക്കണം. മൂന്നാമത്തതോ മൽബൂസ്, ധരിക്കപ്പെടുന്ന വസ്ത്രമാണ്. ഇതാണെങ്കിലോ ഏറ്റവും ഇതിൽ മുന്തിയത് എന്താണ്? അൽ ഹരീർ, പട്ടാണ്. അതാണല്ലോ ഏറ്റവും വലിയ വിലപിടിപ്പുള്ളത്. പട്ടുവസ്ത്രമാണല്ലോ. പട്ട് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അതും ഏറ്റവും നിസ്സാരമായ ആ പട്ട് ആക്കുന്ന ആ ചെറിയ ജീവിയിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. അത്രമാത്രം നിസ്സാരമാണ്. ആ ചെറിയ നിസ്സാരതയുള്ള ജീവി ഉണ്ടാക്കിയതാണ് നമ്മൾ വലിയ വില ഉള്ളതായി കണക്കാക്കപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ ആ തീരുമാനം എന്തൊരു തീരുമാനമാണ്! അത് എവിടെയോ മുന്തിയൊരു സ്ഥലത്തുണ്ടാകുന്നതൊന്നുമല്ലല്ലോ എന്ന് മഹാന്മാർ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നാലാമതായി മഹാന്മാർ പറയുന്നു മർക്കൂബൻ, പിന്നെ കൊതിക്കുന്നത് വാഹനങ്ങളാണ്. അന്നത്തെ കാലഘട്ടത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ വാഹനം എന്ന് പറയുമ്പോൾ കുതിരയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വാഹനമാണോ? ഇന്നത്തെ വാഹനമായി ഒന്ന് തട്ടിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ നിസ്കരിക്കുന്നവനിക്കും ഖുർആൻ ഓതുന്നവനിക്കും ധാരാളം നോമ്പ് നോക്കുന്നവനിക്ക് മാത്രമല്ലല്ലോ ദുനിയാവിൻ്റെ വാഹനങ്ങൾ നൽകുക. ചിലപ്പോൾ വലിയ വലിയ മുന്തിയ വാഹനങ്ങൾ ആരെ കയ്യിലുണ്ടാകും? അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്നവരെ കയ്യിലായിരിക്കാം, ദുനിയാവിനെ പൂജിച്ച് നടക്കുന്നവരെ കൊണ്ട് ആയിരിക്കാം. ഇതൊക്കെ നൽകിയത് അള്ളാഹുവാണല്ലോ. അതിലൂടെ മനസ്സിലാക്കണം, ദുനിയാവിൻ്റെ വാഹനത്തിന് ഒരു വിലയുമില്ല എന്നുള്ളത്. അഞ്ചാമതായി മഹാന്മാർ പറയുന്നതോ മൻകൂഹൻ, നിക്കാഹ്, പിന്നെ കൊതിക്കുന്നത് വൈവാഹിക ജീവിതം, ഷഹ്വത്ത്, വികാരം വീട്ടുക. അത് വികാരം വീട്ടാൻ ഏറ്റവും
ഏതൊരാളും കൊതിക്കുന്നത് മനുഷ്യന്റെ സഹജ ബുദ്ധിയാണല്ലോ പെണ്ണ് എന്നുള്ളത്. അതാണെങ്കിലോ അവളെക്കുറിച്ച് അവളിലുണ്ടാകുന്ന കുറവുകൾ ഒന്നും പറയേണ്ടതില്ലല്ലോ. ഒന്ന് പുറം ഭംഗിയാകുന്നു എന്നല്ലാതെ മനുഷ്യനുണ്ടാകുന്ന എല്ലാ നിജമായ എല്ലാ വിഷയങ്ങളിൽ ഒരു പെണ്ണിനും ഉണ്ടല്ലോ. അവളൊന്നും ശുദ്ധിയല്ലല്ലോ. ഏറ്റവും നിസ്സാരമായ ഒരു രീതിയിലാണല്ലോ ഒരു മനുഷ്യനുള്ളത്. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും കാണുമ്പോൾ നമ്മത് കൊതിക്കുന്നു എന്നല്ലാതെ അതും അത്രയേ ഉള്ളൂ എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അവസാനമായി മഹാന്മാർ പറയുന്നു, വമശ്മൂമൻ, നാം മണപ്പിക്കുന്ന വസ്തുക്കൾ. നമുക്ക് പിന്നെ ദുനിയാവിൽ ഏറ്റവും സുഖമുള്ള വിഷയം അതാണല്ലോ, മണപ്പിക്കുക. അതിലേറ്റവും നല്ലത് ഏതാണ്? മിസ്കാണ്, കസ്തൂരിയാണ്. അത് എവിടെ നിന്ന് ഉണ്ടത്? ജീവിന്ന് മാനിൽ നിന്നാണല്ലോ മിസ്ക് ഉണ്ടാകാം. അപ്പൊ മൊത്തത്തിൽ ഈ പറഞ്ഞതിൻ്റെ ആകത്തുക ഒരു മനുഷ്യൻ ദുനിയാവിൽ കൊതിക്കുന്നത് ഈ 5-6 വസ്തുക്കളാണ്. ഇതെല്ലാം അള്ളാഹു ഉണ്ടാക്കിയത് ഒരു നിസ്സാരമായ രീതിയിൽ. അള്ളാഹു ഇതിന് വലിയൊരു വിലയൊന്നും കൽപ്പിച്ചിട്ടില്ല. ഒരു കാര്യമായിട്ടൊന്നും അള്ളാഹു ഇതിൻ്റെ പിന്നാലെ ഒരു കൈകാര്യം അള്ളാഹു ചെയ്തിട്ടില്ല എന്ന രീതിയിലല്ലേ ഇതൊക്കെ ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കാം, അള്ളാഹു ചെറിയ നിലക്കൊക്കെ ഇതൊക്കെയും അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തന്നതാണ്. ഇത് തന്നെ നമ്മൾ വലിയ സംഭവമായി ഇതിൻ്റെ പിന്നാലെ നാം ഓടുകയാണ്. ഇതെല്ലാം ഇതിൻ്റെ പിന്നാലെ ഓടരുത്. ഇതിനേക്കാൾ എത്രയോ അത്ഭുതകരമായ എന്തെല്ലാം സുഖങ്ങൾ അള്ളാഹു ആഖിറത്തിൽ വെച്ചിട്ടുണ്ട്, സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കൊതിക്കുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആകത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇത്തരത്തിലുള്ള നല്ല നല്ല ചിന്തകൾ തന്ന് അള്ളാഹു നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.